Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കീം +1 ഫിസിക്സ് യൂണിറ്റ് 8 തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറി ലെക്ചർ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് വൺ, a Carnot engine have the efficiency of 1/10 as a heat engine is used as a refrigerator. Okay, അപ്പോൾ നമുക്കൊരു കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എഞ്ചിന്റെ ഒരു 1/10 ഓഫ് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി ആണുള്ളത്. അത് നമ്മളൊരു റെഫ്രിജറേറ്ററിലായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. If the work done on the system എന്ന് പറയുന്നത് 10 joule ആണെങ്കിൽ total the amount of energy absorbed from the reservoir at lower temperature, ആ ഒരു lower temperatureൽ റിസർവോയറിൽ നിന്നും അബ്സോർബ് ചെയ്തിരിക്കുന്ന ആ ഒരു ടോട്ടൽ amount of energy എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻസിൽ നമുക്ക് 100 joule, 1 joule, 90 joule, more than one of the above ആണ്. സോ ഓപ്ഷൻ സി 90 joule ആണ് നമ്മൾ അബ്സോർബ് ചെയ്തിരിക്കുന്ന amount of heat എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആ ഒരു കാർനോട്ട് സൈക്കിൾ എഞ്ചിന്റെ എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ എന്താണ്? ഈറ്റ ഇസ് ഈക്വൽ ടു W/Q ആണ്. ഈറ്റ എന്ന് പറയുന്നത് എഫിഷ്യൻസി ആണ്, W എന്ന് പറയുന്നത് വർക്ക് ഡണ്ണും, അതുപോലെ തന്നെ Q എന്ന് പറയുന്നത് amount of heat given to the system ആണ്. ആ സിസ്റ്റത്തിലേക്ക് കൊടുത്തിരിക്കുന്ന amount of heat ആണ് ഈ പറയുന്ന Q എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഈറ്റ തന്നിട്ടുണ്ട് 1/10 എന്നുള്ള രീതിയിൽ. സോ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഈറ്റ ബൈ ഈറ്റ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, സോ ഞാൻ ഈറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 മൈനസ് 1/10 divided by 1/10 that is equal to 9/10 by 1/10 വരും. അപ്പോൾ ഈ 10 ഉം 10 ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വരുന്ന ആൻസർ ബീറ്റ is equal to 9 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ is equal to എനർജി ആണ്, Q ആണ് കണ്ടുപിടിക്കേണ്ടത്. Q2/W എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, സോ Q2 is equal to 9 into 10 which is equal to എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 90 joule ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the efficiency of an ideal heat engine working between freezing point and boiling point of water is. ഓക്കെ, ആ ഒരു വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റിനും ബോയിലിംഗ് പിറ്റിനും ബിറ്റ്വീൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിന്റെ ഐഡിയൽ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 26.8% ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ആ ഒരു വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 273 കെൽവിനും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 373 കെൽവിനുമാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ആ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് ഐഡിയൽ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എന്താണ്? ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2/T1 ആണ്. T2 എന്ന് പറയുന്നത് ഒരു സിങ്ക് ടെമ്പറേച്ചറും T1 എന്ന് പറയുന്നത് സോഴ്സ് ടെമ്പറേച്ചറും ആണ്. സോ പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇൻറ്റു 100 ആണ്. 1 മൈനസ് T2/T1 ഇൻറ്റു 100 ആണ്. സോ 1 മൈനസ് T2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 273, അതായത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. 273 by 373 എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്, ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 100/373 ഇൻറ്റു 100 വരും. ദാറ്റ് ഈസ് 26.8% ആണ് നമുക്ക് വരുന്ന ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ കാർനോട്ട് എഞ്ചിൻ വർക്ക്സ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ 227 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 127 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ആ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ രണ്ട് ടെമ്പറേച്ചറിന് ബിറ്റ്വീൻ ആണ്. If the work output of the engine is 10 to the power 4 joule, then the amount of heat rejected to the sink. അപ്പൊ നമുക്ക് വർക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട്, ആ ഒരു വർക്ക് ഔട്ട്പുട്ട് ഓഫ് ദ എഞ്ചിൻ എന്ന് പറയുന്നത് 10 to the power 4 joule ആണ് നമുക്ക് എനർജി കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എത്രത്തോളം ആ സിങ്കിലേക്ക് എത്രത്തോളം ഹീറ്റ് റിജക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി 4 into 10 to the power 4 ജൂളോളം ഹീറ്റ് ആണ് നമ്മൾ സിങ്കിലേക്ക് റിജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ കാൽക്കുലേഷൻ എങ്ങനെ വരിക? T1 നമുക്ക് 227 തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റി. അതേപോലെ T2 എന്ന് പറയുന്നത് 127 ആണ്, അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റി. വർക്ക് തന്നിട്ടുണ്ട് 10 to the power ജൂൾ ആണ്. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2/T1. അപ്പൊ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 മൈനസ് 400/500 ഇസ് ഈക്വൽ ടു 1/5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ദ amount ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ കാർനോട്ട് എഞ്ചിൻ, അതിന് ഇക്വേഷൻ എന്താണ്? Q1 is equal to W/eta ആണ്. അപ്പൊ W 10 to the power 4 ആണ്, ഈറ്റ എന്ന് പറയുന്നത് 1/5 ആണ്. അപ്പൊ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 5 into 10 to the power 4 ജൂൾ ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? ദ amount ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ടു ദ സിങ്ക് ആണ്, അല്ലെ? സോ Q2 is equal to Q1 മൈനസ് W ആണ്. Q1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 5 into 10 to the power 4 ആണ്, മൈനസ് വർക്ക് എന്ന് പറയുന്നത് 1 into 10 to the power 4. സോ 5 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 into 10 to the power 4 ജൂൾ ആണ് നമുക്ക് വരുന്ന ആ ഒരു ഹീറ്റ് റിജക്ട് ചെയ്തിരിക്കുന്ന സിങ്കിലേക്ക്.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, an ideal gas heat engine operates in Carnot cycle between 227 degree and 127 degree. It absorbs 6 into 10 to the power 4 joule at high temperature. The amount of heat converted into work. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ടേംസ് ഒക്കെ ഒരേപോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ നമ്മളത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ amount of heat converted into work. എത്രത്തോളം ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഹിയർ ദ ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. 1.2 into 10 to the power 4 ജൂൾ ആയിട്ടാണ് കൺവേർട്ട് ആയിരിക്കുന്നത്. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത പോലെ T1 നമ്മൾ കെൽവിനിലേക്ക് ആക്കി, T2 കെൽവിനിലേക്ക് ആക്കി. ഹീറ്റ് അബ്സോർബ് ചെയ്തിരിക്കുന്ന Q1 എന്ന് പറയുന്നത് 6 into 10 to the power 4 ആണ്. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ. ഈറ്റ is equal to W by Q1 which is equal to 1 minus T2 by T1 ആണ്. അപ്പൊ W എന്താണെന്ന് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Q1 അറിയാം, T2 ഉം T1 ഉം അറിയാം. അപ്പൊ ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് W is equal to 6 into 10 to the power 4 by 5, that is 1.2 into 10 to the power 4 ജൂൾ ആണ് നമുക്ക് വർക്കായിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what is the source temperature of the Carnot engine in Kelvin required to get 70% of efficiency given sink temperature 27 degree Celsius. അപ്പൊ നമുക്ക് ചോദിക്കുന്നത് കാർനോട്ട് എഞ്ചിന്റെ ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നത്. അതായത് 70% ഓഫ് എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ആ കാർനോട്ട് എഞ്ചിന്റെ ടെമ്പറേച്ചർ എത്രത്തോളം, അത് കെൽവിനിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സിങ്ക് ടെമ്പറേച്ചർ നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ എ 1000 കെൽവിൻ ആണ് നമുക്ക് വരുന്ന ഫൈനൽ ആൻസർ. സോ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. സിങ്ക് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ ഞാൻ ആദ്യം കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്തു. ഈറ്റ നമുക്ക് 70% ആണ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.7 ആണ് വേണ്ടത് അല്ലെ. സോ ഈറ്റ നമുക്കറിയാം ഈക്വൽ ടു 1 മൈനസ് T2 by T1 അല്ലെങ്കിൽ TC by TH എന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ 0.7 ഈക്വൽ ടു 1 മൈനസ് 300 by TH ആണ്. സോ ഞാൻ ആ കാർനോട്ട് എഞ്ചിന്റെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ 300 by 0.3 എന്ന് പറയുന്നത് 1000 കെൽവിൻ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 110 joule of heat is added to a gaseous system whose internal energy is 40 joule. The amount of external work done. ഓക്കെ, അപ്പൊ 110 ജൂൾ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓൾറെഡി ഉള്ള ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 40 ജൂൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി 70 ജൂൾ ആണ് നമുക്ക് വരുന്ന എക്സ്റ്റേണൽ വർക്ക്. അങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. Del Q is equal to 110 joule ആണ്. Del U എന്ന് പറയുന്നത് ഇന്റേണൽ ഇത് പറയുന്നത് 40 ആണ്. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് നമുക്കറിയാം del Q is equal to del W plus del U ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് del U is equal to എന്തെന്ന് എഴുതാം, del Q minus del W എന്ന് എഴുതാം. അപ്പൊ 40 joule is equal to 100 joule minus del W. അപ്പൊ del W എന്ന് പറയുന്നത് എനിക്ക് എത്രയാണ് വരുന്നത്, 110 minus 40 is equal to 70 joule. അപ്പൊ the amount of external work done എന്ന് പറയുന്നത് എത്രയാണ്, 70 ജൂൾ ആണ് വരുന്ന ആൻസർ. Next question, a refrigerator works between 4 degree Celsius and 30 degree Celsius. It is required to remove 400 calories of heat every second in order to keep the temperature of the refrigerated space constant. The power required is, ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത് 4 to 30 ഡിഗ്രി സെൽഷ്യസിന് ബിറ്റ്വീൻ ആണ്. ഓക്കെ, അതായത് 6000 കലോറീസ് ഓഫ് ഹീറ്റ് ഓരോ സെക്കൻഡിലും റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു റെഫ്രിജറേറ്ററിന്റെ ആ ഒരു സ്പേസിലുള്ള ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനാവശ്യമായ പവർ എത്രത്തോളമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കലോറിനെ 4.2 ജൂൾ ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അതൊരു അസംഷനും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 236.5 വാട്ട്സ് ആണ് നമുക്ക് വരുന്ന ആ ഒരു പവർ റിക്വയർഡ് വേണ്ടത്. അപ്പൊ നോക്കൂ, ലോവർ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്നത് 4 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്തു. ഹയർ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആണ്, അതിനെ ഞാൻ കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഹീറ്റ് റിജക്റ്റഡ് Q2 is equal to 400 കലോറിയാണ് നമുക്ക് തന്നിരിക്കുന്നത് പെർ സെക്കൻഡിൽ. അപ്പൊ അതിനെ ഞാൻ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു. 400 into 4.2 is equal to 2520 ജൂൾ പെർ സെക്കൻഡ്, അതായത് 2520 വാട്ട് ആണ് വരുന്നത്. ഒരു കലോറി is equal to 4.2 ജൂൾ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, COP that is equal to heat rejected by work done W ആണ്. That is equal to T2 by T1 minus T2 ആണ്. അപ്പൊ ഹീറ്റ് റിജക്റ്റഡ് നമുക്കറിയാം അല്ലെ, 2520 ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ വർക്ക് ഈക്വൽ ടു T2 എന്ന് പറയുന്നത് 277, T1 എന്ന് പറയുന്നത് 303 ആണ്. അപ്പൊ 277 by 303 minus 277 which is equal to 277 by 26. So ഇതിൽ നിന്ന് എനിക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ, 2520 into 26 by 277 which is equal to 236.5 watt.
ഓക്കെ. അപ്പൊ പവർ റിക്വയർഡ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് 236.5 വാട്ട്സ് ആണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, if the temperature of the source is 27 degrees Celsius and efficiency 40%, find the temperature of the sink. എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, സിങ്കിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 27 ഡിഗ്രി സെൽഷ്യസ്. എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് TH അതായത് ഹീറ്റ് സോഴ്സ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് ഞാൻ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് 500 കെൽവിൻ കിട്ടുന്നുണ്ട്. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 40%, ദാറ്റ് ഈസ് 0.4 ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് TC/TH ആണ്. TC ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ, സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു 300 കെൽവിൻ ആണ്. അപ്പോൾ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലാണ് ചോദിച്ചിരിക്കുന്നത്, ഡിഗ്രി സെൽഷ്യസിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ 300 മൈനസ് 273 നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസ് കിട്ടുന്നുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ Carnot engine absorbs 1000 joule of heat from reservoir at 27 degrees Celsius and rejects 600 joule of heat during each cycle. Calculate the efficiency. ഒരു Carnot engine ഒരു 127 ഡിഗ്രി സെൽഷ്യസിൽ 1000 ജൂൾ അബ്സോർബ് ചെയ്യുകയും 600 ജൂൾ ഓഫ് ഹീറ്റിനെ ഓരോ സൈക്കിളിലും റിജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ? അപ്പോൾ 40%ഓളം എഫിഷ്യൻസിയാണ് നമുക്ക് ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഉള്ള ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് ദ നെറ്റ് വർക്ക് ഡൺ ബൈ ദ എഞ്ചിൻ വൺ സൈക്കിൾ ടു ദ amount ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ഫ്രം ദ സോഴ്സ് ആണ്. ഓക്കെ. അതായത് ആ ഒരു ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1 ആണ്. Q2 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡും Q1 എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബും. ഇത്രയാണ് നമുക്ക് വരുന്ന ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ Q1 1000 ആണെന്ന് തന്നിട്ടുണ്ട്, Q2 600 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈറ്റ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1 ഇസ് ഈക്വൽ ടു 600/1000, ദാറ്റ് ഈസ് 0.4 ആണ്. ദാറ്റ് ഈസ് 40% ആണ് നമുക്ക് കിട്ടുന്നത്. സോ അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 40% ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. താങ്ക് യു.